തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിയുടെ മൊഴി രേഖപ്പെടുത്താൻ പോലീസ്. കോൺഗ്രസ് നേതാവ് ടി.എൻ. പ്രതാപൻ നൽകിയ പരാതിയിലാണ് നടപടി. അതിനിടെ സുരേഷ് ഗോപിയെ രക്ഷപ്പെടുത്താൻ തൃശൂർ കളക്ടർ ശ്രമിക്കുന്നുവെന്ന് ടി.എൻ. പ്രതാപൻ ആരോപിച്ചു. സുരേഷ് ഗോപിയും കുടുംബവും ചട്ടം ലംഘിച്ചും വ്യാജരേഖ ചമച്ചും 11 വോട്ടുകൾ ചേർത്തുവെന്ന ടി.എൻ. പ്രതാപന്റെ പരാതിയിലാണ് സുഭാഷ് ഗോപിയുടെ മൊഴിയെടുക്കാൻ നീക്കം. വൈകാതെ സുഭാഷ് ഗോപിക്ക് നോട്ടീസ് അയക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. നിലവിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘത്തിന് പദ്ധതിയില്ല. സഹോദരൻ സുഭാഷ് ഗോപിയുടെ മൊഴി പരിശോധിച്ച ശേഷമാകും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. ടി.എൻ. പ്രതാപൻ ഉന്നയിച്ച വിഷയങ്ങളിൽ പലതും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിധിയിൽ വരുന്നതായതിനാൽ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടി. അതിനിടെ സുരേഷ് ഗോപിയെ തൃശൂർ കളക്ടർ സംരക്ഷിക്കുന്നുവെന്ന് ടി.എൻ. പ്രതാപൻ ആരോപിച്ചു. ആവശ്യമായ രേഖകൾ വിവരാവകാശ നിയമപ്രകാരം ലഭിക്കുന്നതിന് വേണ്ടി AICC അംഗമായ മുൻ MLA അനിൽ അക്കര ജില്ലാ ഇലക്ഷൻ ഓഫീസറായ ജില്ലാ കളക്ടർക്ക് കഴിഞ്ഞ 14-ാം തീയതി രേഖാമൂലം കത്തും നൽകി. എന്നാൽ ഇന്നലെ ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായ വിവരാവകാശ ഓഫീസർ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന കുറിപ്പ് വിവരാവകാശ പ്രകാരം ഇത് നൽകാൻ കഴിയില്ല എന്നും ഇത് ഇലക്ഷൻ കമ്മീഷന് ഭൗതിക സ്വത്താണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രേഖകൾ ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ IT ആപ്ലിക്കേഷൻ ഡാറ്റാ ബാങ്കിലുള്ള ഭൗതിക സ്വത്തായതിനാൽ തരാൻ കഴിയില്ല എന്നാണ് ജില്ലാ ഇലക്ടറൽ ഓഫീസറുടെ മറുപടി. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.